ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാൽ ഇങ്ങനെയുണ്ടാവും. അപ്പോൾ പാറു മുട്ട വാട്ടി കുടിക്കുകയാണ് കേട്ടോ. എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ മുട്ട ഇങ്ങനെ വാട്ടി കുടിക്കുന്നത്. പാറുവിന് ഭയങ്കര ഇഷ്ടമാണ്, സ്വന്തമായിട്ട് തന്നെ വാട്ടി കുടിക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ദാരിദ്ര്യമില്ല, പിള്ളേർക്ക് ഇഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ ആക്കി കഴിക്കാമെന്ന്. അപ്പോൾ കോഴിപ്പിള്ളേർ ഈ വന്ന് നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? എന്തോ ഞാൻ മീൻ വെട്ടുന്ന പോലെയാണ് നിൽക്കുന്നത്. ഉള്ളി പൊളിക്കുന്നതിനാണ് ഈ വന്ന് നിൽക്കുന്നത്. ഉള്ളിയുടെ ഇങ്ങനെ ആ തോലിൻ്റെ മുകളിലുള്ള കുറച്ച് ഭാഗം നമ്മൾ ചെത്തിക്കളയത്തില്ല, അത് കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു മുടി ചീനിയുണ്ട്, അത് പിഴുതപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ പകുതി ഓരോരുത്തർക്കൊക്കെ കൊടുത്ത് ഇനി ആർക്കും കൂടെ കൊടുക്കാണ്ട് നമ്മൾ വീട്ടിൽ വേവിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ വാഴക്കൊല പഴുത്തിട്ടുണ്ടായിരുന്നു, അത് വെട്ടിയ വീഡിയോ എനിക്ക് ഒരു 27K എന്തോ പോയിട്ടുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് പോയത്. അപ്പോൾ അതും അങ്ങനെ പകുതി ചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടിക്കകത്തിൽ ഇത് എങ്ങനെ വെക്കും എന്നൊക്കെ ഉള്ള ആലോചനയിൽ ഞാൻ കൊണ്ട് എല്ലാം വഴിയിലും അവിടെ ഇവിടെ വണ്ടിയിലൊക്കെ കൊണ്ട് വെക്കുക കേട്ടോ. ഞാനും കാശിയും കൂടെയാണ് പോകുന്നത്. കാശിയാണ് നോക്കുന്നത് എൻ്റെ ക്യാമറാമേനോൻ. അപ്പോൾ പാറു കളിക്കാൻ പോയിട്ടുണ്ട്, പാറു വരുന്നില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ ഞാനും കാശിയും കൂടെ പോവാണ് കേട്ടോ ഇനി. അപ്പോൾ പോയിട്ട് വന്ന് നമ്മുടെ പഴം പഴുത്ത സ്ഥിതിക്ക് നമുക്കൊരു പഴം ജ്യൂസ് അടിക്കണ്ടേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പഴത്തിനല്ലേ എപ്പോഴും പഴം ജ്യൂസ് അടിക്കാറ്. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ പഴത്തിനും ഒരു പഴം ജ്യൂസ് അങ്ങോട്ട് അടിച്ചേക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ നട്ടു വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാം കേട്ടോ. അതെല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ആയിരത്തിൽ ഒഴിക്കാൻ വാങ്ങിച്ചു വെച്ച സാധനമാണ്, ചെവിട്ടിന് മാത്രമേ. അങ്ങനെ മിൽക്ക് മെയ്ഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് ബാക്കി ഞാനുള്ളത് പഴം ജ്യൂസിന് അതിൽ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചസാര ശകലം കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് ബൂസ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. വൈകിട്ടത്തേക്കുള്ള ബീഫ് കറിയാണ് കേട്ടോ കുക്കറിലിരുന്ന് വെന്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ജ്യൂസൊക്കെ കുടിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.